ഇറാനിലെ അറാഖ് ആണവ നിലയം തകർത്ത് ഇസ്രായേൽ. റേഡിയേഷൻ ഭീഷണി ഉയർന്നിട്ടില്ലെന്നും ആക്രമണത്തിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാനിയൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. വ്യാഴാഴ്ച രാവിലെ തന്നെ ഈ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേലിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ഇസ്രയേലി നഗരങ്ങളിൽ ഇറാന്റെ കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. ടെൽ അവീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രായേലിലെ അമേരിക്കൻ എംബസി 3 ദിവസത്തേക്ക് അടച്ചിട്ടിരുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസമാണ് ഇത് അറിയിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ ജൂൺ 20 വെള്ളിയാഴ്ച വരെയാണ് എംബസി അടച്ചിടുന്നത്. ജെറുസലേമിലെയും ടെൽ അവീവിലെയും കോൺസുലേറ്റുകൾ ഈ നിർദ്ദേശം ബാധകമാണെന്ന് അറിയിപ്പിൽ പറയുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ടെൽ അവീവിൽ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്രായേലിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയത്തിന് സമീപം കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായി. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ സമീപത്തെ കെട്ടിടങ്ങൾക്കും നാശനഷ്ടം ഉണ്ടായി. ഇസ്രായേലിലുള്ള എല്ലാ അമേരിക്കൻ ഉദ്യോഗസ്ഥരും അറിയിപ്പ് കിട്ടുന്നതുവരെ താമസ സ്ഥലത്തിന് അടുത്തുള്ള ഷെൽട്ടറുകളിൽ കഴിയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.